നമസ്കാരം. മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ ബജറ്റ് പാർലമെന്റിൽ അവതരിപ്പിച്ചിരിക്കുകയാണ്. ബീഹാറിനും ആന്ധ്രാപ്രദേശിനും വാരിക്കോരി കൊടുത്തപ്പോൾ കേരളത്തിന് സമ്പൂർണ്ണ നിരാശയാണ് ഫലം. സംസ്ഥാനത്തിന്റെ ദീർഘകാല സ്വപ്നമായ എയിംസ് അടക്കം പ്രഖ്യാപിക്കുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കിയിരുന്നത്. അത്തരത്തിലൊരു പ്രഖ്യാപനം ഉണ്ടായില്ല എന്ന് മാത്രമല്ല, കേരളത്തെ പൂർണ്ണമായും അവഗണിച്ചുവെന്നതാണ് യാഥാർത്ഥ്യം. ഇന്നത്തെ കേന്ദ്ര ബജറ്റിലെ പ്രഖ്യാപനങ്ങൾ പരിശോധിച്ചാൽ കേരളത്തിന് വട്ടപൂജ്യമാണ് ഫലം. ആന്ധ്രയിലെ കർഷകർക്ക് പ്രത്യേക സഹായവും ബീഹാറിലെ ഹൈവേ വികസനത്തിന് 26,000 കോടി രൂപയും ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. ബീഹാറിൽ മെഡിക്കൽ കോളേജ് കൊണ്ടുവരുമെന്നും ആന്ധ്രയിലെ ജലസേചന പദ്ധതിക്കും സഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേസമയം ബീഹാറിന് പ്രളയ സഹായവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രളയ ദുരിതം നേരിടാൻ ബീഹാറിന് 11,500 കോടിയുടെ സഹായമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ആസാം, ഹിമാചൽ പ്രദേശ്, സിക്കിം, ഉത്തരാഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങൾക്കും പദ്ധതികൾ പ്രഖ്യാപിച്ചപ്പോൾ കേരളത്തിന് പ്രളയ സഹായത്തിന് പോലും പ്രഖ്യാപനങ്ങളൊന്നും തന്നെയില്ല. പ്രളയം നിയന്ത്രിക്കാൻ നേപ്പാളിലേതിന് സമാനമായ രീതിയിൽ പദ്ധതി നടപ്പിലാക്കുമെന്നാണ് പ്രഖ്യാപനം വന്നിട്ടുള്ളത്. കൂടാതെ വിനോദസഞ്ചാര വികസനത്തിലും ബീഹാറിന് നേട്ടം ഉണ്ട്. ബീഹാറിൽ 2 ക്ഷേത്ര ഇടനാഴികൾക്ക് സഹായം നൽകും. ബീഹാറിനെ ലോകോത്തര വിനോദസഞ്ചാര നിലവാരത്തിലേക്ക് എത്തിക്കും. ഗയ, ബോധ്ഗയ ക്ഷേത്രങ്ങൾ നവീകരിക്കുമെന്നും നളന്ദ സർവകലാശാലയെയും വിനോദസഞ്ചാര മേഖലയുടെ ഭാഗമാക്കുമെന്നും ബജറ്റിൽ പറയുന്നു. വിഷ്ണുപത്, മഹാബോധി ഇടനാഴികൾക്ക് സഹായം നൽകുമെന്നും ബജറ്റിൽ പ്രഖ്യാപനമുണ്ട്. കേരളത്തിലെ സ്ഥിതിഗതികൾ പരിശോധിച്ചാൽ 2 മന്ത്രിമാരുണ്ട്, സുരേഷ് ഗോപിയും ജോർജ് കുര്യനും. ലോക്സഭയിൽ ചരിത്രത്തിൽ ആദ്യമായി സംസ്ഥാനത്ത് BJPക്ക് അക്കൗണ്ട് തുറന്നതിന് ശേഷമുള്ള ആദ്യ ബജറ്റാണ് എന്നതുകൂടി പ്രതീക്ഷകൾക്ക് ആക്കം കൂട്ടിയിരുന്നു. കേന്ദ്രം സാമ്പത്തികമായി വരിഞ്ഞു മുറുക്കുന്നുവെന്ന് സംസ്ഥാന സർക്കാർ നിരന്തരം വിമർശനം ഉന്നയിക്കുമ്പോൾ ഇത്തവണ ആദ്യമായി ഒരു MBA സമ്മാനിച്ച കേരളത്തിന് പകരം കിട്ടുന്ന സമ്മാനം എന്താകുമെന്നതായിരുന്നു ആകാംക്ഷ. എന്തായാലും ആകാംക്ഷയെല്ലാം അവസാനിച്ച മട്ടാണ്. ചില ആവശ്യങ്ങൾ കേന്ദ്രത്തിന് മുന്നിൽ വെച്ചിട്ടുണ്ട് എന്നും ബജറ്റ് വരട്ടെ എന്നുമാണ് ബജറ്റിന് മുന്നോടിയായി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നത്. എന്തായാലും പ്രതീക്ഷകളെല്ലാം വൃഥാവിലായിരിക്കുന്നു. നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച കേന്ദ്ര ബജറ്റിൽ ക്യാൻസർ രോഗികൾക്ക് നേരിയ ആശ്വാസമുണ്ട്. ക്യാൻസർ ചികിത്സയ്ക്കുള്ള 3 മരുന്നുകളെ കസ്റ്റംസ് തീരുവയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. രോഗത്തോട് പൊരുതുന്നവരുടെ സാമ്പത്തിക ഭാരം കുറയ്ക്കാനാണ് നടപടി. മൊബൈൽ ഫോണിന്റെയും ചാർജറിന്റെയും കസ്റ്റംസ് ഡ്യൂട്ടി കുറയ്ക്കും. ഇതോടുകൂടി മൊബൈൽ ഫോണിനും ചാർജറിനും വില കുറയും. ലെതറിനും തുണിത്തരങ്ങൾക്കും വില കുറയും. സ്വർണം, വെള്ളി, പ്ലാറ്റിനം വില കുറയും.